നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിർമ്മല ഈ വീട്ടിലെ സെർവന്റ്. ഒരു സെർവന്റിനോട് വന്ന് മാപ്പരക്കേണ്ട ഗതികേടൊന്നും ഈ ശിവാനിക്കില്ല. ഓഹോ, അപ്പൊ നീ മാപ്പ് പറയില്ല അല്ലേ? ഇല്ലാന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ പേരിൽ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യും. തൽക്കാലം നിന്നെ ബലമായി പിടിച്ചോണ്ടുപോയി മാപ്പ് പറയിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പറ്റില്ലല്ലോ. അപ്പൊ മോള് സ്ഥലം കാലിയാക്ക് മാറും. പോകുന്നതിന് മുൻപേ ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചുതരാം. എന്താ നിനക്ക് കാണിക്കാനുള്ളത്? ഇങ്ങനെയുണ്ട് ഈ ഐറ്റം. അയൺ ചെയ്യാൻ വന്ന എന്നെ നീ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് ഞാൻ അവിടെ വെച്ചേ കണ്ടതാ. മനഃപൂർവ്വമാണ് ഗൗതമിനെ വിളിക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറി തന്നത്. എന്തായാലും നീ എന്തെങ്കിലും കുബുദ്ധി പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മറഞ്ഞു നിന്ന് ആ വീഡിയോ ഞാൻ എടുത്തത്. പക്ഷെ എന്ത് ചെയ്യാം, ദൈവം കറണ്ടിന്റെ രൂപത്തിൽ വന്ന് നിനക്ക് 8ന്റെ പണി തന്നു. അല്ല, ബാക്കി പരിപാടികൾക്ക് അപ്പൊ എങ്ങനെയാ? അതൊക്കെ നിന്റെ ചോയ്സിന് ഞാൻ അങ്ങോട്ട് വിടുക. ഈ വീഡിയോ ജ്യോതിർമയെ കാണിക്കണോ, പ്രണവിനെ കാണിക്കണോ, അതോ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കാണിക്കണോ? ജ്യോതിർമയെ കാണിച്ചു കൊടുത്താ പുന്നാരമ്മോളുടെ കയ്യിലിരിപ്പ് ഒന്നുകൂടി കൺഫേം ആയി കിട്ടും. പ്രണവിനെ കാണിച്ചാ നിനക്കെതിരെയുള്ള അടുത്തൊരു എവിഡൻസ് കൂടി ആവും. അതോടുകൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. കുഴപ്പമില്ല, ആദ്യം ഇത് പ്രണവിനെ തന്നെ കാണിക്കല്ലേ. മയ്യടി മോളെ, വേല കയ്യിലിരിക്കട്ടെ. ആദ്യം വന്ന് നീ നിർമ്മല ആന്റിയോട് സോറി പറയും. എന്നിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം. ക്ഷമയൊന്നും ചോദിക്കാൻ കിട്ടൂല. ഓക്കെ, എങ്കിൽ ഈ വീഡിയോ പ്രണവിനെ കാണിച്ചോളാം. നിധി വേണ്ട, പ്രണവിനെ കാണിക്കരുത്. എങ്കിലേ നീ എന്റെ കൂടെ വാ. നിധി വാ. സോറി പറയടി. സോറി പറയാൻ. മോളെ, അതൊന്നും വേണ്ട. ആന്റി മിണ്ടാതിരിക്കെ. എല്ലാത്തിനും ഒരു മര്യാദ വേണ്ടേ? ചുമ്മാ അങ്ങ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്നാണോ? സോറി പറയൂ ശിവാനി. പറയാൻ. സോറി പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയാലോ. പറയൂ, വേഗാവട്ടെ. നിങ്ങളെന്നല്ല, ആന്റിയെ. ആന്റി അങ്ങനെ പറയണം. ആന്റിയോട് അങ്ങനൊക്കെ പെരുമാറിയതിനും പറഞ്ഞതിനും സോറി, ക്ഷമിക്കണം. നോക്കിക്കോ നിധി, ഒരു വേലക്കാരിയോട് നീ എന്നെ കൊണ്ട് ക്ഷമ പറയിച്ചു അല്ലേ? വെറുതെ വിടില്ല രണ്ടെണ്ണത്തിന് ഞാൻ. കാത്തിരുന്നോ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത്രയും വേണമായിരുന്നു, അല്ലെങ്കിൽ അവളങ്ങ് കുത്തിക്കേറും. ബാഗൊക്കെ എടുത്തത് എങ്ങോട്ട് പോകുന്നു? എന്തിനാ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്താ ആന്റി, സത്യം പറ, എന്താ കാര്യം? പറ ആന്റി, എങ്ങോട്ട് പോവാൻ പോവാ? ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, എങ്ങോട്ടെങ്കിലും പോവാ. ആന്റി, എന്താ ആന്റി ഇത്? ഞാൻ ഇവിടുന്ന് പോയേ പറ്റുമോളെ, അല്ലെങ്കിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാകും. ആരോടും യാത്ര പറയാൻ പോലും നിൽക്കുന്നില്ല. മോള് തന്നെ ഗൗതമനോട് ഞാൻ പോയിന്ന് പറഞ്ഞാ മതി. എന്റെ മോനെ സ്വന്തം ചോരയായി കണ്ട് വളർത്തി വലുതാക്കിയ അവന്റെ അമ്മയാ പാർവതി. ആ സ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. നൊന്ത് പ്രസവിച്ച മകനെ ഒന്ന് കാണണമെന്ന് തോന്നി. കണ്ടു
കുറച്ചു ദിവസം അവന്റെ കൂടെ കഴിയണമെന്ന് തോന്നി. അതും സാധിച്ചു. ഇനിയും നിന്നാൽ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യനല്ലേ ഞാൻ. വേണ്ട, മതി, ഇത്ര മതി. ഒന്നും വേണ്ട മോളെ. മോളുടെ അവസ്ഥ പോലും എനിക്കറിയാം. എന്നോട് പോകണ്ടെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അതിനാകില്ല. കാരണം ഞാനിവിടെ നിൽക്കുന്നത് ഈ കുടുംബത്തിനാപത്താ. ഒന്ന് ആലോചിച്ചു നോക്കേ. എന്നെങ്കിലും ഞാനാണ് പെറ്റമ്മയെന്ന് ഗൗതം അറിയുന്നൊരു സമയമുണ്ടായ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവന് അത് സഹിക്കാൻ പറ്റുമോ മോളെ? അവൻ പെറ്റമ്മയ്ക്കൊപ്പം നിൽക്കോ ഒറ്റമ്മയുടെ കൂടെ നിൽക്കോ? മോളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ കാരണം എന്റെ മോനൊരു സങ്കടവും വരരുത്. അവനൊന്നും കൊടുക്കാൻ പറ്റാത്തൊരമ്മയാ ഞാൻ. ഞാനായിട്ട് അവന്റെ സന്തോഷമെങ്കിലും കെടുത്തി കളയാതിരിക്കണമല്ലോ. ഞാൻ പോകുന്നതാ മോളെ നല്ലത്. ആന്റി പറഞ്ഞത് സത്യം. പോകണമെന്ന് പറയാനോ പോകരുതെന്ന് പറയാനോ ആവുന്നില്ല എനിക്ക്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ വിട്ടേക്ക് മോളെ. എന്റെ സങ്കടം അങ്ങ് മറന്നേക്ക്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചു നോക്കി. ഗൗതമിന്റെ അമ്മയെന്ന് പറയാനുള്ള ഒരവകാശവും ഒരു യോഗ്യത എനിക്കില്ല. അവന്റെ അമ്മ അവനെ വളർത്തി വലുതാക്കിയ പാറു തന്നെയാ. അർഹതയില്ലാത്ത കാര്യങ്ങളാ ഞാൻ ആഗ്രഹിച്ചത്, ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചത്. എന്നിട്ടും ദൈവം ഇത്രയെങ്കിലും എനിക്ക് തന്നില്ലേ? കുറച്ചു ദിവസമെങ്കിലും എന്റെ ഗൗതമിന്റെ കൂടെ ഇവിടെ നിൽക്കാനായില്ലേ എനിക്ക്? ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യ ഈ പാപിയുടെ ജന്മത്തിന് കിട്ടാനുള്ളത്? ഇന്ന് ഞാൻ ഇവിടുന്ന് പോവും. ഈ പോകുന്ന വഴിയിൽ ഞാൻ എവിടെയെങ്കിലും കിടന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ മോന്റെ കൂടെ അവസാന നാളുകളിലെങ്കിലും എനിക്ക് നിൽക്കാനായല്ലോ എന്ന സന്തോഷമേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോട്ടെ മോളെ. ആന്റിക്ക് പോവാം. എനിക്ക് തടയാനാവില്ല. തടഞ്ഞു നിർത്താനുള്ള ധൈര്യവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ എന്നെങ്കിലും നിർമ്മല ആന്റി ആയിരുന്നു യഥാർത്ഥ അമ്മയെന്ന് ഗൗതം തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടായാലോ?